ഹായ് ഓൾ, വെൽക്കം ടു സിബിസ് വേൾഡ്. ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ വാഴക്കൃഷിയുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് സീരീസ് A to Z നമ്മൾ വീഡിയോ ചെയ്യാണ്. അതിൻ്റെ 4ാമത്തെ പാർട്ടിലേക്കാണ്. 1, 2, 3 അത് പിന്നാലെ വരും. കാരണം അത് കുറച്ച് ലെങ്തിയാണ്. വിത്ത് തിരഞ്ഞെടുക്കൽ മുതൽ കുറേ കാര്യങ്ങൾ ഇനി നമ്മൾ തുടക്കത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ബാക്കിയുള്ളതുകൊണ്ട് ആ വീഡിയോസ് തൊട്ട് ബാക്കിലായിട്ട് വരും. അപ്പോൾ നമ്മൾ 4ാമത്തെ പാർട്ടിലേക്ക് പോകണം. 4ാമത്തെ പാർട്ടിൽ നമ്മൾ കൊടുക്കുന്നത് കുറച്ച് വളങ്ങളും കുറച്ച് കീടനാശിനികളും. ഇത് കംപ്ലീറ്റ്ലി ഓർഗാനിക്കാണ്. അതിൻ്റെ ഓരോന്നിൻ്റെ എഫക്റ്റ് അറിയണമെങ്കിൽ അത് ഞാൻ ചെയ്യുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓരോ സാധനങ്ങൾ എന്തിനാണ്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് കൃത്യമായിട്ട് ചെയ്യാം. ഇത് കംപ്ലീറ്റ്ലി ഓർഗാനിക്കാണ്. അതുപോലെ എനിക്ക് പ്രത്യേകം നിങ്ങളോട് പറയാനുള്ള, ഈ വീഡിയോ നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കൃത്യമായിട്ട് കാണുക. അതുകൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇനി എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇൻ കേസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായില്ല എങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും അവിടെ ഡിസ്ലൈക്ക് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അടുത്ത തവണ വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ ക്വാളിറ്റി അല്ലെങ്കിൽ കണ്ടന്റിലും വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഫീഡ്ബാക്കിന് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ബോട്ടിൽ കാണുന്നത് AMC അല്ലെങ്കിൽ അർക്ക മൈക്രോബിയൽ കൺസോർഷ്യം. ഇത് ഡെവലപ്പ് ചെയ്ത് IHR. നെക്സ്റ്റ് കാണുന്ന ബ്യുവേറിയ ബാസിയാന. ഇത് നമ്മുടെ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണ്. ഇതിനെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് പുഴുക്കൾ, വണ്ടുകൾ, അങ്ങനെ മണ്ണിൽ നിന്ന് ഉണ്ടാകുന്ന പ്രാണികൾക്കെതിരെയാണ്. ഈ കാണുന്ന ഈ പച്ച കാണുന്നത് ട്രൈക്കോഡർമ വിറൈറ്റ്. ഇത് ഫംഗസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. അടുത്ത ഈ പാക്കറ്റിൽ കാണുന്ന സാധനം മെട്രൈസിയം അനിസോപ്ലിയ. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അവിടെ തന്നെ കാണാം. ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി. ഇത് ചെതലകൾ, വണ്ടുകൾ, പ്രാണികൾക്ക് വേണ്ടിയിട്ടാണ്. പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ചാണകപ്പുഴു അല്ലെങ്കിൽ അതിൽ നിന്നാകുന്ന വണ്ടിൽ നിന്നാണ്. അവസാനം ഈ കാണുന്നത് പവർ പ്ലാന്റ് പ്രീമിയം. അത് കുറേ ജീവ അണുക്കളുടെ സമ്പുഷ്ടമായൊരു സംഭവമാണ്. ഇതോ ഈ കാണുന്നത് നമ്മുടെ 1000 ലിറ്റർ ടാങ്കിനകത്തേക്ക് 5 ദിവസം മുമ്പ് നമ്മൾ 80 കിലോ ചാണകവും 25 ലിറ്റർ ഗോമൂത്രം ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് നമ്മൾ ഇടുകയാണ്. ഓരോന്ന് കവർ പൊടിച്ചിടുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പറയാൻ വിട്ട ഒരു സാധനം AMC അല്ലെങ്കിൽ അർക്ക മൈക്രോബിയൽ കൺസോർഷ്യമാണ്. അർക്ക മൈക്രോബിയൽ കൺസോർഷ്യത്തിൻ്റെ പ്രധാനപ്പെട്ടത് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ, പൊട്ടാഷ് സോളുബിലൈസിംഗ് ബാക്ടീരിയ, ഫോസ്ഫറസ് സോളുബിലൈസിംഗ് ബാക്ടീരിയ, സിങ്ക് സോളുബിലൈസിംഗ് ബാക്ടീരിയ പ്ലസ് സ്യൂഡോമോണസ്. ഇത്രയും കണ്ടന്റുള്ള ഒരു വലിയ സാധനം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് ഏകദേശം 3 ലിറ്ററാണ് ഉപയോഗിക്കുന്നത്. തൊട്ട് ബാക്കിൽ കാണുന്ന ഈ ഒഴിക്കുന്ന കരിവെള്ളം, ഇത് പവർ പ്ലാന്റ് പ്രീമിയമാണ്. ഇതിനകത്ത് ഒരുപാട് സൂക്ഷ്മാണുക്കളാണ്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് 2 മണിക്കൂർ വെച്ചതിന് ശേഷം നമ്മളത് ടാപ്പ് വഴി പുറത്തേക്ക് എടുക്കുകയാണ്. നമ്മൾ എക്സ്റ്റൻഷൻ വെച്ചിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ എടുത്ത സാധനം നമ്മുടെ ഗടാഗടിയന്മാർ തോളിലേറ്റി കൊണ്ടുപോകണം. ഏകദേശം 40 ലിറ്ററാണ് ഒരൊറ്റയടിക്ക് കൊണ്ടുപോയിട്ട് അത് ബക്കറ്റിൽ വെച്ചിട്ട് അവിടെ വേറെ നിൽക്കുന്ന 2 ഗടാഗടിയന്മാർ അതിനെ ചെടിയുടെ ചുവട്ടിലേക്ക് ഓരോ ലിറ്റർ 1.5 ലിറ്റർ വീതം ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിക്കുമ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ തലേ ദിവസം മൊത്തം നനച്ചിട്ടുണ്ട്. കാരണം ഈ മൈക്രോബ്സിന് വളരണമെങ്കിൽ മണ്ണിൽ നനവ് അത്യാവശ്യമാണ്. അത് നല്ല മൈക്രോബ്സ് ആവട്ടെ, മോശം മൈക്രോബ്സ് ആവട്ടെ, എല്ലാത്തിനും നനവ് അത്യാവശ്യമാണ്. അങ്ങനെ ഇത് കൊടുത്തിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഇനിയും ഒരാഴ്ചയിൽ കാത്തിരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.